തനിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ കോടതിയെ സമീപിച്ച പാരീസ് ഒളിമ്പിക്സിനിടെ ലിംഗനീതി വിവാദത്തിൽപ്പെട്ട അൾജീരിയൻ ബോക്സർ ഇമാൻ ഖലീഫ്. ടെസ്ല സിഇഒയും എക്സ് ഉടമയുമായ ഇലോൺ മസ്ക്, പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരി ജെ.കെ. റൗളിംഗ് എന്നിവരുൾപ്പെടെ ഇമാന്റെ പരാതിയിൽ കോടതി കയറിയേക്കും. ഒളിമ്പിക്സ് ബോക്സിംഗ് പ്രീ ക്വാർട്ടർ ഇറ്റലിയുടെ ആഞ്ചലിയ കരീനയുമായുള്ള മത്സരത്തിന് പിന്നാലെയാണ് ഇമാൻ ഖലീഫ് വിവാദത്തിൽപ്പെടുന്നത്. മത്സരത്തിൽ ഇമാനിൽ നിന്നേറ്റ കനത്ത പഞ്ചിൽ ആഞ്ചലിയയുടെ മൂക്ക് തകർന്നിരുന്നു. മത്സരം തുടങ്ങിയ ഉടനെയായിരുന്നു ഇത്. ഇതോടെ 46-ാം സെക്കൻഡിൽ തന്നെ ആഞ്ചല മത്സരത്തിൽ നിന്ന് പിന്മാറി. ഇതിന് പിന്നാലെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇമാൻ പുരുഷനാണെന്ന് ആരോപിച്ച് താരത്തെ അധിക്ഷേപിച്ചത്. എന്നാൽ പാരീസിൽ സ്വർണം നേടിയതിനു പിന്നാലെ കോടതി നടപടികളുമായി മുന്നോട്ടു പോകാൻ താരം തീരുമാനിക്കുകയായിരുന്നു. പാരീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസിലെ പ്രത്യേക യൂണിറ്റിൽ വെള്ളിയാഴ്ചയാണ് താരം പരാതി നൽകിയത്. അഭിഭാഷകനായ നബീൽ ഭൌഡിയാണ് താരത്തിന് വേണ്ടി ഹാജരായത്. ഇമാൻ ഉൾപ്പെടെ വനിതകളുടെ 66 കിലോഗ്രാം ബോക്സിംഗ് പ്രീ ക്വാർട്ടറിന് പിന്നാലെ അമേരിക്കൻ നീന്തൽ താരം റൈലി ഇമാന്റെ ചിത്രം പങ്കുവച്ച് സ്ത്രീകളുടെ കായിക രംഗത്ത് പുരുഷന്മാർ ഉൾപ്പെടുന്നില്ല എന്ന് കുറിച്ചിരുന്നു. ഇലോൺ മസ്ക് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു. ജെ.കെ. റൗളിംഗും ഇമാനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടിരുന്നു. ഇതോടെയാണ് ഇമാന്റെ പരാതിയിൽ ഇരുവരും ഉൾപ്പെട്ടിരിക്കുന്നത്. പാരീസ് സ്വർണ്ണ മെഡൽ മത്സരം വിജയിച്ച ശേഷം താൻ സ്ത്രീയായി ജീവിച്ച ആളാണെന്ന് ഇമാൻ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷന്റെ ലോക ചാമ്പ്യൻഷിപ്പിൽ ലിംഗനിർണയ പരിശോധനയിൽ പരാജയപ്പെട്ട ഇമാനെയും തായ്വാന്റെ ലിൻ യു ടിങ്ങിനെയും പുറത്താക്കിയിരുന്നു. പുരുഷന്മാർക്കുള്ള XY ക്രോമസോമുകൾ ശരീരത്തിലുള്ളതിനാലാണിത്. എന്നാൽ IBA അംഗീകരിക്കാത്ത അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതി ഇരുവരെയും പാരീസിൽ മത്സരിക്കാൻ അനുവദിച്ചു. വനിതകളായി തന്നെയാണ് ഇവരെ വളർത്തിയതെന്നും പാസ്പോർട്ടിൽ ഇത് വ്യക്തമാണെന്നുമാണ് IOC നിലപാട്. ഇതോടെ പുരുഷ ക്രോമോസോമുകൾ ഉണ്ടായിരുന്നിട്ടും ഇമാന് പാരീസ് ഒളിമ്പിക്സിൽ വനിതാ വിഭാഗത്തിൽ മത്സരിക്കാൻ അനുവദിച്ചതിനെ ചൊല്ലി വിവാദങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. ഇറ്റാലിയൻ താരം ആഞ്ചലീന കരീനയും അൾജീരിയയുടെ ഇമാൻ ഖലീഫും തമ്മിൽ നടന്ന വനിതകളുടെ 66 കിലോഗ്രാം ബോക്സിംഗ് മത്സരം ഏറെ വിവാദമായിരുന്നു. മൂക്കിൽ ഇമാന്റെ പഞ്ചേറ്റ് 46-ാം മിനിറ്റിൽ തന്നെ ആഞ്ചല പിന്മാറിയതോടെയാണ് ഒളിമ്പിക്സിനെ ചുറ്റിപ്പറ്റി ലിംഗനീതി വിവാദങ്ങൾ തുടക്കമായത്. ആഞ്ചലയുടെ പിന്മാറ്റത്തിന് ശേഷം റെഫറി റിംഗിൽ ഇമാനെ വിജയിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇമാന് ഹസ്തദാനം നൽകുവാനും ആഞ്ചല തയ്യാറായില്ല. എന്നാൽ ഇമാനോട് മാപ്പ് ചോദിച്ച് ആഞ്ചല രംഗത്തെത്തിയിരുന്നു. ഇറ്റാലിയൻ മാധ്യമങ്ങളോടാണ് ആഞ്ചല പ്രതികരിച്ചത്. മത്സരത്തിന് ശേഷം ഇമാന് ഹസ്തദാനം നൽകാത്തതിൽ ആഞ്ചല ക്ഷമ ചോദിച്ചു. എന്റെ എതിരാളിയുടെ കാര്യത്തിലും എനിക്ക് ഖേദമുണ്ട്. ഈ കാര്യത്തിൽ ഒന്നും അവർക്ക് ഒരു പങ്കുമില്ല. അവരും എന്നെ പോലെ പോരാടാൻ വന്ന വ്യക്തിയാണ്. ഹസ്തദാനം നൽകാനുള്ള ഇമാന്റെ ശ്രമം അവഗണിച്ചത് മനഃപൂർവ്വമല്ല. അതിന് അവളോടും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ ഒളിമ്പിക്സ് അവസാനിച്ചതിനാൽ ആയിരുന്നു എനിക്ക് ദേഷ്യം. അതൊരിക്കലും ഇമാനെതിരെ ആയിരുന്നില്ല.